നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് നമുക്ക് ഏവർക്കും അറിയാം. തിരുവനന്തപുരം നഗരത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ആദ്യം ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങളിലേക്ക് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് തിരുവനന്തപുരം മേയറായ VV രാജേഷ് തെരുവ് നായ്ക്കളുടെ പ്രശ്നം അഡ്രസ് ചെയ്തത്. തെരുവ് നായ്ക്കളെ പുനരുദ്ധരിപ്പിക്കുമെന്നും തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് പോലും തോന്നി എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന്. അദ്ദേഹം അതിന്റെ ആദ്യപടിയായി ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. ഡിസംബർ 26-നാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നായശല്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി എന്തൊക്കെ ചെയ്തുവെന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഷെൽട്ടറിൽ ഏതാണ്ട് 50ഓളം നായ്ക്കളെ ഇപ്പോൾ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തുടക്കമെന്ന നിലയ്ക്കാണ് 50 നായ്ക്കളെ ഇപ്പോൾ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ഈ 50 നായ്ക്കളെ പൂവാറിലെ ഷെൽട്ടറിൽ അടയ്ക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ, വിവിധ കോളേജ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച നായ്ക്കളെ ABC ചെയ്ത ശേഷം വാക്സിനും മറ്റു മരുന്നുകളും നൽകി ഒരാഴ്ചത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പൂവാറിലെ നോട്ടി പെറ്റ്സ് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുള്ളത്. സംഗീത സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഷെൽട്ടറാണ് ഇവിടെ ഏതാണ്ട് നിലവിൽ 137ഓളം നായ്ക്കളുണ്ട്. കോർപ്പറേഷൻ നൽകിയ 50 നായ്ക്കളെ പ്രത്യേകതരം ബെൽറ്റ് ധരിപ്പിച്ചാണ് അവിടെ തെരുവ് നായ്ക്കളെ പാർപ്പിച്ചിട്ടുള്ളത്. ഈ ആവശ്യത്തിന് ഭക്ഷണവും മരുന്നുമൊക്കെ ഇവർ കരുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ ഡോക്ടർ ശ്രീരാഗിന്റെ നേതൃത്വത്തിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ നിരീക്ഷണവും നടത്തുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നു. നായ്ക്കളുടെ ആരോഗ്യവും തെരുവിൽ നിന്ന് പിടിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഷെൽട്ടർ പ്രവർത്തിക്കുന്ന ഏത് സമയത്തും സംഗീതയുടെ അനുവാദത്തോടുകൂടി മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ മൃഗസ്നേഹികൾക്കും ഒക്കെ അവിടെ ചെന്ന് ഈ നായ്ക്കളെ കാണാം എന്നും അദ്ദേഹം പറയുന്നു. ഈ നായ്ക്കളെ പിടിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ വന്നിരുന്നു. എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച്, പുനരധിവസിപ്പിച്ചാൽ അത് നന്നായി നോക്കണമെന്നതിനെ സംബന്ധിച്ച് നായപ്രേമികളെല്ലാം കൂടി രംഗത്ത് വന്നിരുന്നു. സത്യത്തിൽ നായകൾ വലിയ പ്രശ്നമാണ് സമൂഹത്തിലെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും തെരുവ് നായ്ക്കൾ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യും എന്നത് വലിയ പ്രശ്നം തന്നെയാണെന്ന് നമുക്കറിയാം. ഏതായാലും കാട്ടായിക്കോണത്തെ പോലീസ് ഉദ്യോഗസ്ഥ മെറ്റിൽഡയുടെ വീട്ടിൽ നിന്നുള്ള നായ്ക്കളെ ഇന്നു മുതൽ കോർപ്പറേഷന്റെ ABC സെന്ററിലേക്ക് മാറ്റുമെന്നും വിവിധ NGOകളുമായി ചർച്ചകൾ തുടരുകയാണെന്ന് അദ്ദേഹം അറിയിക്കുന്നു. കൂടുതൽ ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ ലഭിക്കുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവ് നായ ശല്യം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹം പൂർണ്ണമായി ഈ തെരുവ് നായ ശല്യം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ എല്ലാവരും പറയും, കണ്ടില്ലേ കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ആണെന്ന്. ഈ തെരുവ് നായ്ക്കളൊന്നും ഇന്നുണ്ടായി വന്നതല്ല. ഡിസംബർ 26-ന് ശേഷം ഉണ്ടായ തെരുവ് നായ്ക്കളല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് 60 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന CPM-ന്റെ കൂടി സംഭാവനയാണ് ഈ തെരുവ് നായ്ക്കളെന്ന് നമുക്കറിയാം. അതിനെ കൃത്യസമയത്ത് വന്ധീകരണം നടത്താതെ ഇങ്ങനെ വിടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും മൃഗസ്നേഹികൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അവർക്ക് മറ്റൊന്നും അറിയില്ല, ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാവില്ല. പലപ്പോഴും ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും ഈ വലിയ പണക്കാരും വലിയ ബിസിനസ്സുകാരും ഒക്കെ ആയിരിക്കും. അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലായി അവർ എവിടെ നിന്നെങ്കിലും കുറെ നായ്ക്കളെ, അതായത് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്ത നായ്ക്കൾ വരെ അവരുടെ വീട്ടിലുണ്ടാവും. അങ്ങനെയുള്ള നായ്ക്കളെ വളർത്തുകയും അവർ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഈ തെരുവ് നായ്ക്കളെ ഒന്നും വീട്ടിൽ കൊണ്ടുപോയി അവരാരും വളർത്താറില്ല. അവരൊക്കെ വലിയ ഏതെങ്കിലും ബ്രീഡിനെയൊക്കെ വാങ്ങി വളർത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനവും ചെയ്യാറില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സ്റ്റാറ്റസ് സിമ്പലായി മാത്രം വളർത്തുന്നവരാണ് വലിയ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ നായ്ക്കളെ പിടിച്ചപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും സംസാരം ഉണ്ടായി തുടങ്ങി, ഇതിനെ നന്നായി പരിചരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും അങ്ങനെയുള്ള മൃഗസ്നേഹികളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മൃഗസ്നേഹം യഥാർത്ഥമാണെങ്കിൽ ഈ തെരുവ് നായ്ക്കളെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയി നിങ്ങളുടെ വീട്ടിൽ വളർത്തണം. അല്ല, നിങ്ങൾ വീട്ടിൽ വലിയ വില കൂടിയ പട്ടിയെ വാങ്ങിച്ചു വെച്ചിട്ട് അത്തരത്തിലുള്ള നായ്ക്കളെ നിങ്ങൾ വളർത്തിയ ശേഷം ഈ തെരുവ് നായ്ക്കളെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സാധാരണക്കാരൻ അനുഭവിച്ചോട്ടെ എന്ന് ചിന്തിക്കരുത്. വാഹനം ഓടിക്കുന്നവർക്കും സാധാരണ നടന്നു പോകുന്നവർക്കും, വാഹനം ഓടിക്കുന്നവരെക്കാൾ കൂടുതൽ ശല്യം ചെയ്യുന്നത് നടന്നു പോകുന്നവർ, അത്തരക്കാർക്കും ഒക്കെ വലിയ പ്രശ്നമാണ് ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നത്. അതുപോലെ റോഡിലും അവിടെ ഇവിടെയും ഒക്കെ ഇട്ട് ഇറച്ചി അടക്കമുള്ള ആഹാര പദാർത്ഥങ്ങൾ നൽകുന്നതൊക്കെ അത് പിന്നീട് അങ്ങനെ ഇറച്ചി കിട്ടാതെ വരുമ്പോൾ അതുവഴി പോകുന്നവരെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് തെരുവ് നായ്ക്കളോട് എനിക്ക് പൊതുവെ, ഞാൻ നായ്ക്കളെ വലിയ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. വീട്ടിൽ വളർത്താനും ഇഷ്ടപ്പെടുന്നില്ല, അല്ലാതെയും എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളല്ല. ഞാൻ യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഞാൻ പുല്ലാന്നിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ളതാണ്. അവിടെ തെരുവ് നായ്ക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ശല്യം, ചില ആൾക്കാരെ അവരുടെ കണ്ണും
പോലും കണ്ണുപോലും ഇല്ലാത്ത രീതിയിലൊക്കെ കീറി വലിച്ചുകൊണ്ട് പോയൊരു കാഴ്ച നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതോടുകൂടിയാണ് സത്യത്തിൽ എനിക്ക് തെരുവ് നായ്ക്കളെ തീരെയും ഇഷ്ടമല്ലാതെ. അതിനു മുമ്പ് ആരെങ്കിലും വളർത്തുകയോ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുകയോ ചെയ്യുന്ന ഞാൻ തൊടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പുല്ലാനിവിളയിലെ ദൃശ്യമാണ് പലപ്പോഴും എനിക്ക് മനസ്സിലുള്ളത്. എൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളരെ അടുത്തു പോയി നിന്ന് കണ്ടിട്ടുള്ളതാണ്. റിപ്പോർട്ടിങ്ങിൻ്റെ കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ കണ്ടതാണ്. ഒരുപാട് പേരെ അക്കാലത്ത് എനിക്ക് തോന്നുന്നു 9-10 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വലിയ അപകടം, ഇങ്ങനെ തെരുവുനായ്ക്കളുടെ ഒരു ശല്യം ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഇനിയിപ്പം ഞാൻ ഇത് പറയുമ്പോൾ എത്ര പേർ എന്നെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഉപദ്രവിക്കാൻ പോകാറില്ല, സ്നേഹിക്കാനും പോകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തെരുവുനായ്ക്കൾ ഉണ്ടാക്കുന്ന ശല്യം വളരെ വലിയ ശല്യമാണ്. ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് പേടി വരും. 4-5 തെരുവുനായ്ക്കൾ ഒരുമിച്ചാണ് ഓടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ തെരുവുനായ്ക്കളെ ഇനിയും പുനരധിവസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, ഒരേ ജനസിൽപ്പെട്ട ഒരുപാട് നായ്ക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ തെരുവുനായ്ക്കളെ പുനരധിവസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള വൈറസുകൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകും. ഏതായാലും തെരുവുനായ്ക്കളെ പുനരധിവസിപ്പിക്കാൻ എടുക്കുന്ന ശ്രമങ്ങൾക്ക് അത് അത്തരം ഒരു ശ്രമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കണ്ട ഇത്രയും കാലത്തെ CPM ഭരണം ഇതൊന്നും നടത്തിയിട്ടില്ല. അത് വളരെ ശാസ്ത്രീയമായി തന്നെ നടത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കത്തിന് ഒരു ബിഗ് സല്യൂട്ട്.